ഇവിടെ ഈ ഒരു സീസണിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു കഥ പറയും. ഞങ്ങളല്ല, കഥ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ശാന്തിയോട് നേരത്തെ പറഞ്ഞില്ലേ, കഥ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളാം താത്ത പറഞ്ഞില്ലേ. താത്തയുടെ കയ്യിൽ ഇഷ്ടംപോലെ കഥകളുണ്ട്. താത്ത ഒരു കഥ പറയും. ആ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സിനിമാ കഥകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒറ്റ കഥയാണത്. അതിനകത്ത് 3 സിനിമകളുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. നിങ്ങൾ ആ 3 സിനിമയും ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ 3 സിനിമയും ഐഡന്റിഫൈ ചെയ്യുന്നവരായിരിക്കും ആദ്യമായിട്ട് പെർഫോം ചെയ്യുക. കഥ കേൾക്കാം. എന്നാ പിടിച്ചോ, കഥ പിടിച്ചോ. തന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി നാട്ടിൽ വന്നൊരു വലിയ തറവാട് വിലയ്ക്ക് വാങ്ങുന്ന നായകൻ. അയാൾ നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ മുടങ്ങിക്കിടന്ന ഉത്സവം നടത്താൻ ആവശ്യപ്പെടുന്നു. ഉത്സവം നടത്തി കടം കയറിയ അയാൾ കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എന്നാൽ അയാൾ ചെന്നെത്തുന്നത് ബോട്ട് മുതലാളിയായ ഗംഗാധരന്റെ അടുത്താണ്. ഒരു പ്രമുഖ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കടം തിരിച്ചടയ്ക്കാനാകാതെ തൻ്റെ ബോട്ട് പിടിച്ചുകൊണ്ടുപോയവരിൽ നിന്നും അത് തിരിച്ചെടുക്കാൻ നായകനെയും തൻ്റെ പണിക്കാരനെയും ഗംഗാധരൻ ജാമ്യത്തിൽ വയ്ക്കുന്നു. നായകനെ ജാമ്യത്തിലെടുക്കാൻ ഡൽഹിയിൽ നിന്നും ഒരു വിസിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റായ സുഹൃത്ത് നന്ദഗോപാൽ മാരാർ വരുന്നു. തന്നെ രക്ഷിച്ച സുഹൃത്തിനെ നായകൻ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴും ആ സുഹൃത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ചെമ്പട് മോനെ ചെമ്പ്. അടിപൊളി, സൂപ്പർ കഥ താത്ത, അടിപൊളി. പിന്നെ വിസിറ്റിങ്ങിനല്ല, സിറ്റിങ്ങിനാണ്. വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഷോ എന്ന് പറഞ്ഞു. രണ്ടെണ്ണം കിട്ടി. മൂന്നാമത്തെ സിനിമ ഓർമ്മ വന്നു, പേര് ഓർമ്മ വരില്ല. ഫസ്റ്റ് ആറാം തമ്പുരാൻ, പിന്നെ പഞ്ചാബി ഹൗസ്, പിന്നെ നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ്, പക്ഷെ പേര് കിട്ടണില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ 2 ശരിയാണ് അല്ലേ? അതെ അതെ. മറ്റേ ആൾക്ക് 3 സിനിമയും പറയാൻ പറ്റുമോ? ശരിക്കും ഇത് എനിക്ക് ഒരെണ്ണേ അറിയണ്ടായിരുന്നുള്ളൂ. ആണല്ലേ? 3 ഉത്തരം പറയണം. പക്ഷെ ആ രൂപമൊക്കെ അറിയാം, പക്ഷെ സിനിമ, സത്യം പറഞ്ഞ സിനിമയുടെ പേരൊന്നും എന്റെ ഓർമ്മയിലില്ല, അതാണ് കാര്യം. പക്ഷെ ഈ ചെമ്പ് ലാലേട്ടന്റെ പടമാണ്. ആറാം തമ്പുരാൻ, പഞ്ചാബി ഹൗസ്, ദേവാസുരം. അല്ല, ആറാം തമ്പുരാൻ, പഞ്ചാബി ഹൗസ്. ഈ ചെമ്പട് ചെമ്പട് എന്ന് പറയുന്ന ആള് ചെമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ആളാണ്. മമ്മൂക്കയാണെന്ന് മനസ്സിലായി. വക്കീലായിട്ട് വന്നിട്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ പേര് ഓർമ്മയില്ല. 3 ഓപ്ഷൻ തരാം. കമലദളം, മണിച്ചിത്രത്താഴ്, നരസിംഹം. നരസിംഹം. ടൈം സീസൺ 4 ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ ഓൺലൈനിൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.